എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസിലെ അതായത് AFMS നഴ്സിംഗ് കോളേജുകളിലെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള 2024-25 അധ്യയന വർഷത്തെ പ്രവേശനത്തിനായിട്ട് ഓഗസ്റ്റ് 7 തീയതി രാത്രി 11 മണി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. www.joinindianarmy.nic.in വഴിയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക. പെൺകുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുന്നത്. പ്രവേശനം ലഭിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ join indian army.nic.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവിവാഹിതരായിരിക്കണം, അതുപോലെ തന്നെ വിവാഹബന്ധം വേർപെടുത്തിയവർ, അതുപോലെ നിയമപരമായി വേർപിരിഞ്ഞവർ എന്നിങ്ങനെയുള്ളവർക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപേക്ഷകർ 1999 ഒക്ടോബർ 1 2007 സെപ്റ്റംബർ 30 ഇടയ്ക്ക് 2 ദിവസങ്ങൾ ഉൾപ്പെടെ ജനിച്ചവർ ആയിരിക്കണം. അപേക്ഷാർത്ഥി റെഗുലർ വിദ്യാർത്ഥിയായി അതായത് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബോട്ടണിയും സുവോളജിയും എന്നിവ പഠിച്ച് ആദ്യം തന്നെ +2 അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ 50% മാർക്ക് മൊത്തത്തിൽ വാങ്ങി അംഗീകൃത ബോർഡിൽ നിന്നും ജയിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രവേശനം തേടുന്നവർ ഈ ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയിട്ടുള്ള NEET UG 2024 യോഗ്യത നേടിയിരിക്കണം. തെരഞ്ഞെടുപ്പ് രീതി, മെഡിക്കൽ ഫിറ്റ്നസ് വ്യവസ്ഥകൾ തുടങ്ങിയവ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. joinindianarmy.nic.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ഒരു ക്യാപ്ച ചോദിക്കും. അത് കറക്റ്റായിട്ട് സ്ക്രീനിൽ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരമാണ് ക്യാപ്ച. അത് സ്ക്രീനിൽ എന്താണ് കാണുന്നത് അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ താഴെയായിട്ട് ഓഫീസർ സെലക്ഷൻ എന്നുള്ള ഭാഗത്ത് മുകളിലൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് പ്രവേശിക്കാനായിട്ട്, അതായത് ഈ ഒരു പേജിലേക്കല്ല, ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാനായിട്ട് സാധിക്കും. രജിസ്ട്രേഷൻ ഫോർ അഡ്മിഷൻ ടു BSc നഴ്സിംഗ് കോഴ്സസ് 2024 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ്സ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് നൽകിയത് കാണാം. അതുപോലെ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ജൂലൈ 29 മുതൽ ഈ ഒരു ഓഗസ്റ്റ് 7 തീയതി രാത്രി 11 മണി വരെ ഈ ഒരു അപേക്ഷ നൽകാം എന്നുള്ളതാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മുഴുവനായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഓഫീസർ സെലക്ഷൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് BSc നഴ്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജസ്റ്റ് നിങ്ങൾക്കൊരു PDF സിമ്പിൾ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു PDF നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ PDF ആണ്. അത് കറക്റ്റായിട്ട് ഡൗൺലോഡായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് എലിജിബിലിറ്റി എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ട്, അതുപോലെ തന്നെ എത്ര സീറ്റാണ് ടോട്ടൽ ഉള്ളത്. ടോട്ടൽ 220 സീറ്റാണ്. അത് ഏതൊക്കെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് അത് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീസ് എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസ്, ഫീസ് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫീസ് ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് NEET പരീക്ഷ ക്വാളിഫൈ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ്. അതായത് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് ഈ ഒരു SC ST അല്ലാത്തവർക്ക് 200 രൂപയാണ് ഈ ഒരു ഓൺലൈനായിട്ട് ഈ ഒരു പ്രോസസ്സിംഗ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ 200 രൂപ മാത്രമാണ് ഈ ഒരു ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ 7 തീയതി വരെയാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇനി എങ്ങനെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കണം എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഹോം പേജിലേക്ക് വരിക. ഹോം പേജിൽ നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് തന്നെ ഓഫീസർ സെലക്ഷൻ എന്നുള്ള ഭാഗത്ത് ഓഫീസേഴ്സ് എൻട്രി അപ്ലൈ ഓർ ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് ആണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ട്. അതായത് ന്യൂ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ മുമ്പായിട്ട് ആധാർ കാർഡ് അല്ലെങ്കിൽ മട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ സ്കാൻഡ് കോപ്പി ഓഫ് സിഗ്നേച്ചർ, സൈസ് ബിറ്റ്വീൻ 5 KB to 10 KB, സോഫ്റ്റ് കോപ്പി ഓഫ് ലേറ്റസ്റ്റ് ഫോട്ടോ, സൈസ് ബിറ്റ്വീൻ 5 KB to 20 KB, ആധാർ ലിങ്ക്ഡ് മൊബൈൽ ഫോർ റിസീവിംഗ് OTP, അതുപോലെ ആക്റ്റീവ് ഇമെയിൽ ID, മാർക്ക് ഷീറ്റ് ഓഫ് ക്വാളിഫയിങ് കോഴ്സ്, അഡ്രസ് ഡീറ്റെയിൽസ് എന്നിങ്ങനെയൊക്കെയുള്ള കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ NEETൻ്റെ സ്കോർ കാർഡ് കൂടി വേണം. അത് NEETൽ ക്വാളിഫൈ ആയിട്ടുള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ ആപ്ലിക്കേഷൻ നൽകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ വിശദമായിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൊടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ, അതായത് ഈ ഒരു എലിജിബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു എലിജിബിലിറ്റി അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ നേരത്തെ ഇതേ രീതിയിൽ തന്നെയാണ് കാണിക്കുക. അതായത് ഇവിടെ ഒരു ക്യാപ്ച കോഡ് ചോദിക്കും, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഓഫീസർ സെലക്ഷൻ എലിജിബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഇത് എലിജിബിലിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ
നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ജെൻഡർ ഏതാണ്, ക്വാളിഫിക്കേഷൻ ഏതാണ്, മെറ്റൽ സ്റ്റാറ്റസ് എന്താണ് എന്നിങ്ങനെയൊക്കെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് ഇത് ഇവിടെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതാണ്. ഇനി അതൊന്നും നോക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ബാക്കിയുള്ള ഡീറ്റെയിൽസ്, അതായത് ഈ ഒരു കണ്ടിന്യൂ കൊടുത്ത ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പൂർത്തീകരിക്കാവുന്നതാണ്. നിങ്ങളുടെ ആധാർ നമ്പർ, അതുപോലെ തന്നെ ആധാർ നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അപ്പോൾ രജിസ്റ്റേർഡ് വിത്ത് ആധാർ നമ്പർ, അതുപോലെ തന്നെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫ്രം ദ ഡിജി ലോക്കർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഡിജി ലോക്കറിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും ഈ ഒരു ഡിജി ലോക്കറിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി കളക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 7-ാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. പെൺകുട്ടികൾക്ക് മാത്രമേ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.